ജർമ്മനിക്ക് പാരയായി പാരാഗ്വേ. പാരാഗ്വേ കളിച്ച കളി മോനെ എമ്മാതിരി കളി. ഫുൾ ടൈം അവർ ഡിഫൻഡിങ് മാത്രമാണ് ചെയ്തത്. അവർക്ക് എന്ത് മത്സരം പെനാൽറ്റിയിലേക്ക് കൊണ്ട് പോയാൽ മതി എന്ന് മാത്രമായിരുന്നു. ആദ്യം തന്നെ പാരാഗ്വേ ഒരു ഗോൾ നേടി. പിന്നീട് പാരാഗ്വേക്ക് കൗണ്ടർ അറ്റാക്ക് ലഭിക്കുമ്പോൾ പോലും ഇല്ലേ അവർ അറ്റാക്ക് ചെയ്യില്ല. കൗണ്ടർ അറ്റാക്കിന് ഓപ്ഷൻ കിട്ടുമ്പോൾ അവർ ബാക്ക് പാസ് ആടുക, അല്ലെങ്കിൽ ബാക്കോട്ട് ബോളുമായിട്ട് വരാം. അവർക്ക് ആ ഒരു ഗോൾ മതി, രണ്ടാമത്തെ ഗോൾ വേണ്ട എന്നൊരു മൈൻഡ്. പിന്നെ ഫുള്ള് ഡിഫെൻഡിങ്ങിന് 100-100 മാർക്ക് കൊടുക്കുക. അത്രയും മികച്ച ഡിഫെൻഡിങ് നടത്തി. പിന്നെ പാരാഗ്വേനെ മാത്രം നമ്മൾ ടോപ്പാക്കി പറയരുത്, ജർമ്മനിയെ നമ്മൾ എന്തായാലും എടുത്തു പറയണം. ജർമ്മനിയുടെ മോശം പെർഫോമൻസ്, ജർമ്മനിയുടെ അറ്റാക്കിങ് പക്കാ വീക്കായിരുന്നു. ആ ഒരു ഗോൾ തന്നെ ഹാവർട്സ് അടിച്ചത് കഴിച്ചിലായിരുന്നു കൂട്ടിയാൽ മതി. കാരണം അത്രയും ലോക്കലായിരുന്നു ജർമ്മനി കളിച്ച കളി. ഒരുപാട് അവസരം, അതായത് നല്ല പാസിംഗ് ഉണ്ട്, അവരുടെ പെനാൾട്ടി ബോക്സ് വരെ എത്തുന്നുണ്ട്. അവിടുന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, എന്തൊക്കെയോ കാട്ടാ. ആളെ നോക്കാതാണ് ഫുള്ള് ക്രോസ് കൊടുക്കുന്നത്, പാസ് കൊടുക്കുന്നത്. എത്ര ബോളുകൾ അവിടുന്ന് മിസ്സായത്. ജർമ്മനിയുടെ കളി കണ്ടപ്പോൾ ജർമ്മനി കയറരുതെന്ന് വിചാരിച്ചു. കാരണം ഈ ജർമ്മനി കയറിയിട്ട് കാര്യമില്ല, വെറുതെ പേര് മാത്രമേ ഉള്ളൂ. നമ്മൾ ഗ്രൂപ്പ് സ്റ്റേജിലേ പറഞ്ഞതാണ് ജർമ്മനി എക്സ്പോസർ ആയതാണ്, നല്ലൊരു ടീമിനെ കിട്ടിയാൽ ജർമ്മനിക്ക് കഴിയൂലെന്ന്. പക്ഷെ പാരാഗ്വേ ഒന്നും വലിയ ടീമായിട്ട് നമ്മൾ കൂട്ടിയില്ല ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ പാരാഗ്വേ വരെ പാര വെച്ചു, അത്രയേ ഉള്ളൂ ജർമ്മനി. കാരണം പാരാഗ്വേ ഒരു ലക്ഷ്യവുമായി വന്നു, അതിൽ ഉറച്ചു നിന്നു. മത്സരം സമനിലയായി. പിന്നെ പെനാൽറ്റി. ആ കീപ്പർ ഇട്ടോ, പാരാഗ്വേയുടെ കീപ്പർ ഗില്ല് സീന് കീപ്പർ ഇട്ടോ. മത്സരത്തിൽ ഉടനീളം ബെസ്റ്റ് പെർഫോമൻസ്. ജർമ്മനി ഓൺ ടാർഗറ്റ് അങ്ങനെ അടിച്ചിട്ടില്ല, ഹെഡേഴ്സ് അല്ലാതെ. ഹെഡറുകൾ കുറച്ച് വന്നിട്ടുണ്ട്, അത് ആ കീപ്പർമാർ പിടിച്ചത് ഗില്ല്. ജർമ്മനി നല്ല രീതിയിൽ ഷോട്ട് അടിച്ച് ഓൺ ടാർഗറ്റ് ഒന്നും ചെയ്തിട്ടില്ല. അതാണ് ജർമ്മനിയുടെ ഏറ്റവും വലിയ പോരായ്മ. കുറച്ച് ഷോട്ടുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കയറി പോകുകയും ഗോളായിട്ട്. പിന്നെ പെനാൽറ്റിയിലും നല്ല 2 സേവ് നടത്തിയിട്ടുണ്ട് ഗില്ല്. പിന്നെ പാരാഗ്വേ ജയിച്ചു. ഏതായാലും പാരാഗ്വേ പൊരുതി നേടി ജയമാണ്. ഇഷ്ടപ്പെട്ടു, പാരാഗ്വേയുടെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു. ചിലപ്പോൾ ഡിഫെൻഡിങ് നമുക്ക് ഇഷ്ടപ്പെടില്ല, പക്ഷെ അവരുടെ ലക്ഷ്യം അവർ വൃത്തിയിൽ ചെയ്തു കേട്ടോ പാരാഗ്വേ. ജർമ്മനി അല്ലെങ്കിലും വലിയ ഇതൊന്നും സംഭവമാക്കിയില്ല. ജർമ്മനി പോയത് നന്നായിരിക്കുന്നു, ഹൈപ്പ് മാത്രമേ ഉള്ളൂ.